മധുര രാജ്യം ഭീതിയിലായിരുന്നു. ക്രൂരനായ രാജാവായ കംസന്റെ ഭരണം. ദേവകിയും വസുദേവനും വിവാഹിതരായി മധുരയിൽ ആഘോഷം നടക്കുകയായിരുന്നു. അപ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു ദൈവശബ്ദം മുഴങ്ങി. ദേവകിയുടെ 8ാമത്തെ മകൻ കംസനെ നശിപ്പിക്കുമെന്ന് പ്രവചനം. ക്രോധത്തിൽ കംസൻ ദേവകിയെ കൊല്ലാൻ ശ്രമിച്ചു. വസുദേവൻ കംസനോട് കരുണ ചോദിച്ചു. അവരെ ഇരുവരെയും കംസൻ തടവിലാക്കി. ജനിച്ച ഓരോ കുഞ്ഞിനെയും കംസൻ ക്രൂരമായി കൊന്നു. 8ാമത്തെ കുഞ്ഞായി ഭഗവാൻ കൃഷ്ണൻ ജനിച്ചു. ദൈവശക്തിയാൽ തടവറയുടെ വാതിലുകൾ തുറന്നു. വസുദേവൻ കുഞ്ഞു കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി. ആദിശേഷന്റെ കാവലിൽ യമുന നദി കടന്നു. ഗോകുലത്തിലെ നന്ദഗോപന്റെ വീട്ടിൽ കുഞ്ഞു മാറി. ഗോകുലത്തിൽ കൃഷ്ണൻ സന്തോഷത്തോടെ വളർന്നു. കൃഷ്ണനെക്കുറിച്ചുള്ള വാർത്തകൾ കംസനെ ഭയപ്പെടുത്തി. കൃഷ്ണനെ കൊല്ലാൻ കംസൻ അസുരന്മാരെ അയച്ചു. എന്നാൽ കൃഷ്ണൻ എല്ലാം ജയിച്ചു. കൃഷ്ണനും ബലരാമനും മധുരയിലേക്കെത്തി. ജനങ്ങൾ പ്രതീക്ഷയോടെ കൃഷ്ണനെ നോക്കി. ആദ്യം കംസൻ ഭീകര ആനയെ അയച്ചു. കൃഷ്ണൻ ആനയെപ്പോലും തോൽപ്പിച്ചു. പരമാവധിയായി കൃഷ്ണൻ നേരിട്ട് കംസന്റെ അടുത്തേക്കെത്തി. ദൈവവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. അവസാനം കൃഷ്ണൻ കംസനെ നിഗ്രഹിച്ചു. അധർമ്മത്തിന് അവസാനം, ധർമ്മത്തിന് വിജയം. ധർമ്മം ജയിക്കുന്ന ഇത്തരം മഹത്തായ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡിജി ഹബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കൂ.